ഹലോ. ആ നാദിരമോളാണോ? അല്ല, ഞാൻ ജിഷയാ. ആ, ആന്റി ഇപ്പൊ വിളിക്കാം. ആരാ ജിഷ? അറിയില്ല, ആന്റിയാ ചോദിച്ചത്. ആ. ഹലോ, ഞാൻ ആതിരയാണ്. അമ്മാമ്മയാ മോളെ. ഇത്രയും ദിവസമായിട്ട് നീ ഇങ്ങോട്ടൊന്നും വിളിച്ചില്ലല്ലോ. അയ്യോ അമ്മാമ്മേ, ഞാൻ ഒരാഴ്ചയായിട്ട് മുംബൈയിലായിരുന്നു. വന്നിട്ടും കുറച്ച് തിരക്കിലായിപ്പോയി. സോറി അമ്മാമ്മേ. അമ്മാമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? പതിവുള്ളൊരു തലവേദനയുണ്ട്. പിന്നെ എൻ്റെ ഇളയ സന്തതി, അല്ലാതെ അസുഖമൊന്നുമില്ല. അല്ല, ആരാ നേരത്തെ ഫോൺ എടുത്തേ? ജോലിക്കാരിയാണോ? അല്ല അമ്മാമ്മേ, ജെഡിയുടെ ഏട്ടന്റെ മകളാ. ഇവിടെ നിർത്തി പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കിയതാ. ആണോ? ആ കൊച്ച് എന്നാത്തിനാ അവിടെ വന്ന് പഠിക്കുന്നേ? തന്തയ്ക്ക് അതിനുള്ള പാങ്ങില്ലായിട്ടാവുമല്ലയോ? അത് വിശ്വേട്ടൻ പണ്ടേ സന്യാസത്തിനിറങ്ങിയ ആളാ അമ്മാമ്മേ. അതിനുശേഷം ഈ കുട്ടിക്ക് സ്വന്തം അച്ഛന്റെ തണല് കിട്ടിയിട്ടില്ല. ഇവിടെ ആവുമ്പോ ചെറിയച്ഛനെങ്കിലും ഉണ്ടല്ലോ. ജെഡിയെ പണ്ട് പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ ഈ വിശ്വേട്ടനാ. ആ, അതവിടെ നിൽക്കുന്നോണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏയ്, നല്ല കുട്ടിയാ. ആ, അത് വിട്. എടി കൊച്ചുമോളെ, ഉം. നിന്നെ കാണാനിട്ട് എനിക്ക് വല്ലാതാവുന്നു. നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഉടനെ വരാൻ പറ്റുമെന്ന് അറിയില്ല അമ്മാമ്മേ. ജെഡി ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. എനിക്കും ഇവിടെ കുറെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റുകയില്ല. നിങ്ങൾ രണ്ടാളും അമ്മാവെ വന്ന് കണ്ടേ പറ്റൂ. അവനെന്തിയേ നിന്റെ ജേഡി? എഴുതൂ അമ്മാമ്മേ. ഇപ്പം വിളിച്ച എന്നെ കടിച്ചു കീറാൻ വരും. അതൊന്നും എനിക്കറിയണ്ട. നീ അവനോട് പറ അമ്മാമ്മയ്ക്ക് അവനെ കാണണമെന്ന്. നാളെ തന്നെ നിങ്ങൾ വരണം. അമ്മാമ്മ വെക്കുക. ആ. അയ്യോ അമ്മാമ്മേ. ആന്റി അങ്ങനെ പറഞ്ഞതില് മോൾക്ക് വിഷമായോ? ഏയ്, അച്ഛനുണ്ടായിട്ടും അച്ഛന്റെ സ്നേഹവും സംരക്ഷണവും ഒന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ കുട്ടിയല്ലേ ഞാൻ. ആ സത്യം ആന്റി അമ്മമ്മയോട് തുറന്നു പറഞ്ഞേല് ഞാൻ എന്തിനാ വിഷമിക്കുന്നെ? ഏയ്, ഛെ, ഈ അമ്മമ്മ ഓരോന്ന് ചോദിച്ചിട്ട്. ആ, എന്തു പറ്റി? നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തെ? എനിക്ക് വേണ്ട. അതെന്താന്നാ ചോദിച്ചെ? ഞാനിന്ന് അമ്മാമ്മയുടെ ഫോണിൽ സംസാരിച്ചത് നിന്നെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ അമ്മാമ്മയുടെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഞാൻ മറുപടി പറഞ്ഞു എന്നല്ലാതെ മനഃപൂർവ്വം നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. അങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആന്റി. പറയുന്നെന്തിന്? നിന്റെ ഇങ്ങനെയുള്ള ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയില്ലേ. എല്ലാ കാര്യങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല കുട്ടി. ഓരോന്ന് ആലോചിക്കുമ്പോ ജീവിക്കണ്ടെന്ന് തോന്നും. ആഹാ, അത്രയ്ക്ക് വലിയ ചിന്തയൊക്കെ ഉണ്ടോ നിന്റെ മനസ്സിൽ? എങ്കിലേ ഈ ചെറിയ പ്രായത്തിൽ അതൊന്നും വേണ്ട. സ്വന്തം അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ കഴിയാത്തതിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. എന്നാലും നീ ഭാഗ്യവതിയാണെന്നേ ഞാൻ പറയൂ. കാരണം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ സ്നേഹിക്കാൻ ജേഡിയില്ലേ. അമ്മയുടെ സ്ഥാനത്ത് എന്നെ നീ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. പകരം ആ സ്ഥാനത്ത് നിനക്ക് നിന്റെ സംഗീതത്തെ കാണാലോ. ഇല്ല ആന്റി, അമ്മയ്ക്ക് പകരം മറ്റൊന്നും ആവില്ല. ഞാനിപ്പോ ശരിക്കും അതറിയുന്നുണ്ട്.
മോക്ക് വീട്ടിലേക്ക് തന്നെ പോണം തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്റെ മനസ്സിനെ എനിക്ക് തന്നെ പിടികിട്ടുന്നില്ല ആന്റി. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ടോ അങ്ങനെ തോന്നുന്നേ. വാ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജേഡി അവിടെ നിന്നെ കാത്തിരിക്കുക. എഴുന്നേക്ക്. വേണ്ട ആന്റി, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. മോൾ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഹലോ അമ്മേ, ഇത് ഞാനാ. മോളെ ജയേ, നീ നീ എന്താ മോളെ ഈ രാത്രിയില്? വെറുതെ അമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കണം തോന്നി. എന്റെ കൃഷ്ണ, നീ എന്റെ വിളി കേട്ടല്ലോ. നിനക്കവിടെ സുഖം തന്നെയല്ലേ മോളെ? അതെനിക്കറിയില്ല അമ്മേ. ഇത്രയും കാലം എനിക്ക് അച്ഛനില്ലാത്തതിന്റെ ദുഃഖമായിരുന്നു. ഇപ്പോ അത് അമ്മ കൂടെ ഇല്ലാത്തതിന്റെ ആയി. എന്നെങ്കിലും അച്ഛനും അമ്മയ്ക്കും എനിക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? പറ്റും മോളെ. അമ്മ ഏത് നേരവും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ മോളുടെ സങ്കടം കാണണേന്ന്. ദൈവം അത് കേൾക്കാതിരിക്കില്ല മോളെ. എന്നാ ഞാൻ വെക്കട്ടെ അമ്മേ. ആരും അറിയാതെ ഞാൻ വിളിക്കുന്നേ. അയ്യോ വെക്കല്ലേ മോളെ. അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. അതെങ്ങനെയാ മോളെ ഒന്ന് അറിയിക്കാന്ന് ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ചോദിച്ചപ്പോഴാ മോളുടെ ഫോൺ. വേഗം പറയമ്മേ, എന്താ കാര്യം? ശനിയാഴ്ച മോളുടെ പിറന്നാളാ. അന്ന് എന്തായാലും മോള് വരണം. ആൽത്തറ കൃഷ്ണന്റെ അമ്പലത്തില് അന്ന് കാലത്ത് മോളുടെ പേർക്ക് വഴിപാട് നേർന്നിട്ടുണ്ട്. അത് മുടക്കരുത്. ഇല്ലമ്മേ, ഞാൻ വരാം. തീർച്ചയായിട്ടും വരാം. എന്നാ വെക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ആരെയാ വിളിച്ചത്? എന്റെ ഒരു കൂട്ടുകാരിയാ. കൂട്ടുകാരികളെ ഇപ്പൊ അമ്മ എന്നാണ് വിളിക്കാറ്. മോള് മോളുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്യണതിന് ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. പിന്നെന്തിനാ ഇങ്ങനെ വിളിച്ച് വിളിക്കുന്നത്? അത് പിന്നെ ഇവിടെ ചെറിയച്ഛൻ്റെ ആൻറ്റിയുടെയും കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴും അമ്മയെ ഓർക്കുന്നത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ. എന്തിനാ അങ്ങനെ വിചാരിക്കണേ? മണിയേട്ടത്ത് ഞാനൊന്ന് വിളിക്കട്ടെ, നീ നമ്പർ ഇങ്ങനെ. അയ്യോ അത് വേണ്ട. ഒന്നുമില്ല, നമ്പർ ഞാൻ തരില്ല. ചെറിയച്ഛന് എന്നെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കാനല്ലേ. വേണ്ട, അമ്മയ്ക്കത് വിഷമാവും. ഞാൻ തരില്ല. നീ തരണ്ട. ഇതാ ഈ ഫോണിപ്പോൾ റീഡയൽ ചെയ്താ എനിക്ക് നിന്റെ അമ്മയോട് സംസാരിക്കാം. ഹലോ ഏട്ടത്തി, ഞാനാ ജയദേവൻ. എന്താ ഏട്ടത്തി ഒന്നും മിണ്ടാത്ത? ഏട്ടത്തി അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും ഞാൻ അറിഞ്ഞു. ആർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. അതിനൊക്കെ പ്രായശ്ചിത്തമായി. ഏട്ടത്തിയുടെ മോള് ഞാൻ. എന്താ ഏട്ടത്തി ഒന്നും മിണ്ടാത്ത? എല്ലാം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാനിവിടെ തിരിച്ചെത്തിയിട്ടും ഒന്നവിടം വരെ വന്നില്ലല്ലോ എന്നുള്ള ദേഷ്യമായിരിക്കും അല്ലേ? വരാം, ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വരാം.
കുട്ടിക്ക് ഇതെന്താ ജെടി പറ്റിയത്? നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊന്നും അല്ലല്ലോ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്നിനൊരു പക്വത എത്താത്ത പ്രായമല്ലേ, പോരാത്തതിന് അമ്മയെ വിട്ട് നിൽക്കുന്ന ടെൻഷൻ ഉണ്ടാവും. ജെഡി കരുതും പോലെ അത്രയ്ക്ക് കൊച്ചുകുട്ടിയൊന്നും അല്ല അവള്. എന്തൊക്കെയോ ചില കോംപ്ലക്സ് അവളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഏയ്, ഞാൻ ശ്രദ്ധിക്കുന്നല്ലേ. കൊച്ചുകുട്ടികൾ കാണുന്ന പിണക്കവും പരിഭവവും സങ്കടവും ഒക്കെ എനിക്കിതുവരെ തോന്നിയിട്ടുള്ളൂ. ഓക്കെ, എങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിച്ചു. എന്നേക്കാൾ നന്നായി അവളെ മനസ്സിലാക്കാൻ കഴിയുന്നത് ജെഡിക്ക് തന്നെയാവും. എനിക്കിപ്പോ തോന്നുന്നത് അവളെക്കാൾ പക്വതക്കുറവ് അവളുടെ അമ്മയ്ക്കാന്ന്, മണിയേട്ടത്തിക്ക്. അതെന്താ ജെഡിക്കിപ്പോ അങ്ങനെ തോന്നാൻ? വേറൊന്നുമില്ല, ജിഷ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ കണ്ടപ്പോൾ ഞാൻ നമ്പർ ചോദിച്ചു. അവള് തന്നില്ല. വാച്ചിക്ക് അവള് വിളിച്ച നമ്പർ ഞാൻ റീഡെയിൽ ചെയ്തു. എന്നിട്ട് സ്വാഭാവികമായും ഫോൺ എടുത്ത് മണിയേട്ടത്തി ആയിരിക്കുമല്ലോ. പക്ഷേ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും മണിയേട്ടത്തി ഒരു അക്ഷരം മിണ്ടിയില്ല. പിന്നെ കേട്ടു നേർത്തൊരു തേങ്ങൽ. അതോടെ എനിക്ക് മനസ്സിലായി മകളെക്കാൾ ചെറിയ മനസ്സ് അമ്മയ്ക്കുന്നു. ഏട്ടത്തിക്ക് ജിഷ ഇങ്ങോട്ട് പോകുന്നതിന്റെ വിഷമമാണോ? അതുകൊണ്ടാവും. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് തറവാട്ടിലേക്കൊന്നും കയറിയില്ലല്ലോ, അതിൻ്റെ പ്രയാസം ഉണ്ടാവും. അവരവിടെ തനിച്ചല്ലേ, ഒന്ന് കാണുന്നത് വലിയ കാര്യമാവും. എങ്കിലൊന്ന് പോണം ജെഡി. ഏട്ടത്തിയമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനമാണെന്നല്ലേ പറയാറ്? അതെ, അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവർക്ക് ഞാൻ കണ്ണിലെ കരടായിരുന്നെങ്കിൽ പോലും. അതൊക്കെ അന്നല്ലേ ജെഡി. ഇന്നതിൽ പശ്ചാത്താപം ഉണ്ടാവും. അതുകൊണ്ടാവും സംസാരിക്കാൻ കഴിയാതെ പോയത്. പാവം. അവള് വീട്ടിൽ പോകുമ്പോൾ നമുക്കും കൂടി ഒന്ന് പോയാലോ ജെഡി? അവളോട് തൽക്കാലം ഒന്നും പറയണ്ട. സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ അവസാന നിമിഷം നമുക്ക് ഒരുമിച്ചൊക്കെ പോവാം. ഓക്കെ, അത് മതി. ഇനി എന്താ നിന്റെ പരിപാടി? വലുതും തയ്ക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇത് തുരുമ്പിച്ചു പോവില്ലേ? അറിഞ്ഞു കേട്ട് അയൽക്കാരെങ്കിലും വല്ലതും തയ്ക്കാൻ കൊണ്ടുവരും. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും റെഡിമെയ്ഡ് യൂണിറ്റിന്റെ ഓർഡർ കിട്ടണം. അങ്ങനെയാകുമ്പോ എപ്പോഴും ജോലി കാണും. അതെ, എന്നാലേ എന്തെങ്കിലും ഗുണം കിട്ടൂ. 2 മെഷീനുള്ള സ്ഥിതിക്ക് തയ്യൽ അറിയാവുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയും കൂടെ വേണമെങ്കിൽ നിർത്താം. ഗീത ജോലിക്ക് പോയാലും അവൾക്കിതും തയ്ക്കാമല്ലോ. പിന്നെ മിണ്ടാനും പറയാനും ഗീതയ്ക്ക് ഒരാളും ആവും. എന്തിനും തയ്ക്കാനുള്ള ഓർഡർ ആദ്യം കിട്ടണ്ടേ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. കിട്ടുന്ന ഓർഡർ കൃത്യസമയത്ത് ചെയ്ത് തീർത്തു കൊടുക്കാൻ പറ്റാത്തതിന്റെ പ്രയാസേ ഗീതയ്ക്ക് കാണൂ. ആഹാ, അപ്പൊ നീ രക്ഷപ്പെട്ടല്ലോ ഗീതേ. ഞാനും ഇനി തയ്യൽ പഠിക്കാം അല്ലേ? ഓ, എങ്കിൽ പിന്നെ ഓർഡറും ഇല്ല തയ്യലും ഇല്ല. അയ്യോ, എന്റെ കഞ്ഞിയിൽ കല്ല് വാരിയിടല്ലേ. നീ വീട്ടുകാര്യങ്ങൾ നോക്കിയിരിക്കുന്നതാ ഹമീദ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് അതങ്ങ് ചെയ്താ മതി. ഇതൊക്കെ പാവങ്ങൾക്ക് പറഞ്ഞ പണിയാ. എന്നൊന്നും പറയണ്ട. ഇതുപോലെ 2 മെഷീനിൽ തുടങ്ങി 200-ൽ പരം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ പാകത്തിൽ വരുന്ന ചില റെഡിമെയ്ഡ് യൂണിറ്റുകൾ എൻ്റെ അറിവിൽ തന്നെയുണ്ട്. അതുപോലെ ഇതും വളർന്നുകൂടുന്ന ആര് കണ്ടു? ഹമീദ്ക്ക് കളിയാക്കൊന്നും വേണ്ട. എനിക്ക് ഈ മിഷന്റെ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ഓർഡർ മാത്രം ഏർപ്പാടാക്കി തന്നാ മതി. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ആദ്യം ഇതിന്റെ ഉദ്ഘാടനം എന്നാണെന്ന് തീരുമാനിക്കേ. വരുന്ന ശനിയാഴ്ച ജയമോളുടെ പിറന്നാളാ. അന്നത്തെ ദിവസം അവളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാന്നാ ഞാൻ വിചാരിക്കുന്നേ. അതെന്തായാലും നന്നായി. അല്ല, അവളെ വിവരം അറിയിക്കണ്ടേ? ഇങ്ങോട്ട് ഫോൺ വിളിച്ചപ്പോ പിറന്നാളിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും വരാന്നാ പറഞ്ഞിരിക്കുന്നേ. എങ്കിൽ നന്നായി. തുടക്കം മോളുടെ കൈകൊണ്ട് തന്നെ ആവട്ടെ, അല്ലല്ലേ? അതെ, ഇതൊക്കെ അവൾക്ക് വേണ്ടി തന്നെയാണല്ലോ. മകൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ കരുതലുകൾ അവളും അറിയട്ടെ. വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. പിറന്നാളിന് അവൾ വരട്ടെ, ഞാൻ അവളോടൊന്ന് സംസാരിക്കാം. എന്നാ നമുക്കിറങ്ങാം. ഇറങ്ങട്ടെ ഗീതേ, നാളെ വരാം. കാലത്ത് വരാന്ന് പറഞ്ഞിട്ട് ഈ ഡ്രൈവർ എവിടെ പോയിരിക്കാം? ആഹാ, ജിഷ ഇത്ര പെട്ടെന്ന് പോകാൻ റെഡിയായോ? ഞാൻ എപ്പോഴേ റെഡി ആയിരിക്കാം ആന്റി. പക്ഷെ ആ ഡ്രൈവർ കാണാനില്ല. ഇനി ബസ്സിൽ പോയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ. ഏയ്, അതൊന്നും വേണ്ട. കാറുള്ളപ്പോ എന്തിനാ ബസ്സിൽ പോകുന്നേ? പക്ഷെ ഡ്രൈവർ ഇല്ലാതെ എങ്ങനെയാ ആന്റി?
ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ നേരത്ത് അങ്ങ് എത്തിക്കോളാന്ന് അമ്മ വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു. ആ ഡ്രൈവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അയാളെ വെറുതെ കുറ്റം പറയണ്ട ജിഷ. അയാളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത് നിന്നെ ചെറിയച്ഛൻ തന്നെയാ. ചെറിയച്ഛനോ? ആ ഇതാ വരുന്നു, നേരിട്ട് You ചോദിച്ചോളൂ. forgot this. ചെറിയച്ഛ, ഡ്രൈവർ ഇല്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോവാ. എനിക്ക് അമ്മ അമ്പലത്തിൽ പോണതിന് മുമ്പ് വീട്ടിലെത്തണം. കൃഷ്ണന്റെ അമ്പലത്തില് എല്ലാ കൊല്ലവും മുടങ്ങാതെ കഴിക്കാറുള്ള വഴിപാടാ. ആയിക്കോട്ടെ, അതിനെന്താ, നമുക്കെല്ലാം ഒരുമിച്ച് പോയി കഴിപ്പിച്ചേക്കാം. ഒരുമിച്ചോ? അപ്പോ ചെറിയച്ഛനും ആന്റിയും? അതെ മോളെ, നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ പറയാതെ വെച്ചിരുന്നതാ. നിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ നിന്റെ തറവാട്ടിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നു. എന്താ? അയ്യോ, അതൊന്നും ഇപ്പൊ വേണ്ട ചെറിയച്ഛ. നമ്മളിങ്ങനെ പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാതെ ചെന്നാ അമ്മ ആകെ വിഷമിക്കും. നമുക്കൊരുമിച്ച് പിന്നെ പോവാൻ ചെറിയച്ഛ. ഇപ്പോ ഞാൻ മാത്രം പോയിട്ട് വരാം. വേണ്ട, ഈ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. തറവാട്ടിൽ പോവാൻ ഇതിലും നല്ലൊരു സന്ദർഭം ഒത്തു കിട്ടിയെന്ന് വരില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെറിയച്ഛ? എന്റെ വീടല്ലേ, അവിടേക്ക് ആന്റിയും ചെറിയച്ഛനും ആദ്യമായിട്ട് വരുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കാനുണ്ടാവില്ലേ? എന്തൊരുക്കാൻ? ആൻറ്റി മാത്രം അവിടെ ആദ്യമായിട്ട് വരുന്നത്. നിന്റെ ഈ ചെറിയച്ഛൻ നിന്നേക്കാൾ കൂടുതൽ കാലം ജീവിച്ച വീടാ അത്. വെറുതെ വേണ്ടാത്ത ഷാഢ്യങ്ങളൊന്നും കാട്ടാതെ ഇറങ്ങാൻ നോക്ക്. ആന്റി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ടായേ, ഒക്കെ അങ്ങോട്ട് പറഞ്ഞാ മതി. വാ. വേഗം ആട്ടെ. വേണ്ട ആന്റി, നമുക്ക് പിന്നെ പോവാം. ജിഷയ്ക്കെന്തോ ഒരു താല്പര്യക്കുറവ് പോലെ. എങ്കിൽ യാത്ര വേണ്ടെന്ന് വെക്കാം. അത് വേണ്ട, എന്തായാലും ഇറങ്ങിയതല്ലേ. അവിടെ എത്തുമ്പോഴേക്കും കൃഷ്ണന്റെ അമ്പലം അടയ്ക്കും. പിന്നെ എന്തിനാ പോണേ? ദേ, വെറുതെ ജിയുടെ ദേഷ്യം പിടിപ്പിക്കണ്ട. നിനക്ക് ഞങ്ങളും കൂടി വരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണല്ലോ ഈ താല്പര്യക്കുറവ്. ഏയ്, നിങ്ങൾ വരുന്നതിന് എനിക്കെന്താ? എന്നാ കേറ്. കേറ്. തറവാട്ടിലെത്താൻ ഇനി എത്ര ദൂരം കൂടി ഉണ്ടാവും ചേടി? 1.5 മണിക്കൂർ. ഇതെന്താ, വീണ്ടും ഉറങ്ങുകയാണോ നീ? ഒന്ന് നേർന്നിരുന്നേ. നിന്റെ നാടെത്തി ജിഷ. ഈ കുട്ടിക്ക് ഇത് എന്തു പറ്റി ചേടി? വീടൊന്നെത്തട്ടെ. മണിയേട്ടത്തിയോട് പറഞ്ഞ് അവളുടെ എല്ലാ സൂക്കടും ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്.